ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് വാവായതുകൊണ്ട് നമുക്ക് സ്കൂളിൽ ലീവാട്ടോ. പക്ഷെ നമുക്ക് ലീവാണ്. മിന്നുവിന് ഉണ്ട് കേട്ടോ. ഓക്ക് ട്യൂഷൻ ഉണ്ട്. അപ്പം അതിന് പോകുമ്പോഴത്തേക്ക് ഫുഡാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ക്ലാസ് ഉണ്ടോയെന്ന് അറിയില്ല. മെസ്സേജൊന്നും വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് എനിക്കും നീങ്ങണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്താക്കാം, ഒക്കെ കൊണ്ടുപോകാനുള്ള ഫുഡാക്കാമെന്ന് കരുതി. അപ്പോൾ അരി കഴുകി ഇടട്ടെ, എന്നിട്ട് നമുക്ക് ഉപ്പേരിക്കുള്ളത് സെറ്റാക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പണികളിലേക്ക് കിടക്കട്ടെ. ഉപ്പേരി ഇതാ കൊണ്ടുപോകാൻ മാത്രമുള്ളത് കേട്ടോ. 2 ചെറിയ ബീറ്റ്റൂട്ട് ഉണ്ട്, പിന്നെ എനിക്ക് കായ ഉണ്ട് കേട്ടോ, പച്ചക്കായ ഉണ്ട് വെക്കാനായിട്ട്. അത് ഉപ്പേരിയൊക്കെ കരുതി. പിന്നെ വെണ്ടക്ക ഉണ്ട്, അത് ഫ്രൈ ആക്കാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഇന്നത്തെ ദിവസം. അതിൻ്റെയൊക്കെ മുന്നേ ആദ്യം നമ്മൾ എന്ത് ചെയ്യട്ടെ അറിയാം, അരി കഴുകി കേട്ടോ. നമ്മൾ അളവ് കപ്പ് കാണാണ്ടായിട്ട് കേട്ടോ. അപ്പം അത് തപ്പി ഇറങ്ങിയിരുന്നു. ഞാൻ ആദ്യം ചോറ് കഴിച്ചു. ഇതൊക്കെ കഴുകി വന്നിട്ട് നമുക്ക് എന്താക്കാം, ഒക്കെയുള്ള ഉപ്പേരി സെറ്റാക്കട്ടോ. ചോറ് വാർത്ത് വെച്ചിട്ടോ, അതായി. ഉപ്പേരി ഇതാ ഇവിടെ ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. നമുക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി കായ്പേരി വെക്കണം. അത് നമ്മൾ പോയി കഴിഞ്ഞിട്ട് വെക്കട്ടോ. ഞങ്ങൾ ചായ എടുക്കട്ടെ കേട്ടോ. ഓളെ ലഞ്ച് ബോക്സൊക്കെയുള്ളത് ഓളെ തന്നെ ആക്കിയാൽ അറിയാം. എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ളത് ഓൾക്ക് തീരുമാനിക്കാം. ചോറ് നമ്മളായാൽ ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും. പരാതികൾ കേൾക്കേണ്ടി വരും. ചിച്ചൻ്റെ ഇല്ലതല്ലേ പറയുന്നത്. മദ്യം ചോദിച്ചിട്ട് വീണ്ടും മുളക് വേണ്ട. പിന്നോ തരൂല കേട്ടോ, ഒന്നായിട്ട് തരൂല. 2 മുളക്. ഈ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാവില്ല. 2 മുളക്. ചീനാപ്പറങ്ങി തിന്നാ അത്ര നല്ലതൊന്നുമല്ല. ആ ബീട്രൂട്ടൊക്കെ തിന്നണീരെ ഫലം പോവും. അത് മതിയോ? 2 ഞാനൊരു കണക്ക് പറഞ്ഞെന്നുള്ളൂ. ഒന്നാണ് ഈ അത്രയും സമാധാനം. ഇപ്പം ചീനാപ്പറങ്കി ഇട്ട ഉപ്പേരി, ചീനാപ്പറങ്കി സുർക്കയിലിട്ടത് ഒക്കെ ചീനാപ്പറങ്കി. ഇത് മേക്കാറുതടി ഇത് വേണം വെച്ചിട്ട് കണ്ണും പൂക്ക് വരികയാണ്. അപ്പോൾ അവളെ ലഞ്ച് ബോക്സ് ഇതൊക്കെയാണ് കേട്ടോ. കുട്ടി താഴത്തേക്ക് പോയിപ്പോൾ ഞാൻ പോകാനായിട്ടൊന്നുമില്ലേ. ഇതൊക്കെ ആള് റെഡിയായി സുന്ദരിയായി. ഓക്കെ, അറിയില്ല. വെള്ളക്കുപ്പി എടുക്കണല്ലേ? അത് പെരുകത്തിന് എന്തൊരു കട്ടുണ്ടോ? ആദ്യം ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഓക്ക് പോകാനുള്ളതൊക്കെ ഉള്ള റെഡിയാക്കി ബാഗ് സെറ്റാക്കിട്ടോ. 9 മണിക്കാണ് ക്ലാസ്. ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ. പക്ഷെ ഇവിടെ നിറച്ച് ഈ മഴ ചെയ്തിട്ടേ പൂക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെണ്ടക്കായി പറിക്കാം ഗൈസ്. ഇങ്ങനെ നമ്മളായിട്ട് നട്ടുണ്ടാക്കിയിട്ടുള്ളത് നിന്ന് പറിച്ചെടുക്കാനും ഒരു സന്തോഷം കേട്ടോ. ഞാനേ വീഡിയോ എടുക്കലും പറിക്കലും കൂടെ നടക്കൂല കേട്ടോ. ഞാനത് പറിച്ചെടുക്കട്ടെ കേട്ടോ. നമുക്കുള്ളൊരു കറിക്കുള്ളത് കഴിക്കണം കേട്ടോ. അപ്പം നമുക്ക് പുറത്ത് കുറച്ച് കണ്ടുണ്ട്, അതിലെന്തെങ്കിലും ഉണ്ടോയെന്നും കൂടെ നോക്കട്ടോ. ഇത് കുമ്പളാണ് തോന്നുന്നുണ്ട് കേട്ടോ. പേരൊന്നും അറിയില്ല. ഇഞ്ചി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി നന്നായിട്ടുണ്ടാകുന്നുണ്ട്. ഇവിടെയൊക്കെ മഴ പെയ്തുകൊണ്ടേ
നമ്മളിപ്രാവശ്യത്തത് പറ്റ പോയിട്ടോ, ഫുള്ള് ഹെൽക്കുൽക്കായി. ഇവിടെ ഒന്നുണ്ട് കേട്ടോ, അതും കൂടെ പറിച്ചെടുക്കാം. നമ്മളിതാ വളമ മണ്ണ് തട്ടോ, ഇതിൽ നമ്മളെല്ലാ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റും ഒക്കെ ഇട്ടിട്ട് ഇതാണ് നമ്മൾ പിന്നെ അതിന് മണ്ണിട്ട് കൊടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കല കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് മണ്ണിൻ്റെ കുറവുണ്ട്, അത് നമുക്ക് കുളിക്കാനായിട്ട് പോകുന്നതിൻ്റെ മുന്നേ ഇട്ട് കൊടുക്കാമെന്ന് എഴുതിയിട്ടാട്ടോ. അപ്പോൾ ഇതാ കറിയൊക്കെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കുള്ള പണികൾ എന്താ വെച്ചാൽ ഇവിടെയൊക്കെ അടിച്ചു വാരണം കേട്ടോ. ആകെ റബ്ബറിൻ്റെ ഇല വീണ് കിടക്കുന്നുണ്ട്, അതുമാതിരി മുകളിലും ഒന്ന് ക്ലീൻ ആക്കാൻ കേട്ടോ. പിന്നെ അതാ ജനലൊക്കെ തുറന്നിട്ട് ഇതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കണം. ബെഡിലുള്ളത് നമുക്ക് മടക്കി വെക്കാമല്ലോ, ഡ്രസ്സ് കൊടുന്നിട്ട് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കണം. ഇതൊക്കെയാണ് അടുത്ത പണികൾ നമുക്കുള്ളത് കേട്ടോ. ഇവിടെ ഏകദേശം ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ നിന്ന് ആ ഒരു അടുക്കളയാണ് ആകെ റബ്ബറിൻ്റെ ഇല വീണ് കിടക്കുന്നത്, അതൊക്കെ ഒന്ന് ശരിയാക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് തീർക്കട്ടെ ഞാൻ. നമ്മളെ പുലൊക്കെ കഴിഞ്ഞ് നമ്മൾ സെറ്റായി ഇരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നമ്മളെ പുറം ഭാഗമൊക്കെ ഒന്ന് നല്ലപോലെ ക്ലീനാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല മഴയുണ്ട്, ആ ഭാഗമൊക്കെ ആയിട്ട് നമ്മൾ നല്ലപോലെ ക്ലീനാക്കി. ഒന്ന് മഴയ്ക്ക് വട കിട്ടിയപ്പോഴാണ് നമ്മളിങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ടുള്ള നമ്മൾ പണികളൊക്കെ നടക്കുകയും ചെയ്യും കേട്ടോ. ഒഴിവുള്ള ദിവസങ്ങളിലെ സമയങ്ങളിലൊക്കെ ആയിട്ട് കൂടുതലായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളും സംഭവങ്ങളും വീഡിയോ എടുക്കാൻ പറ്റായിരുന്നു കേട്ടോ. എപ്പോഴാണ് മഴ പൊട്ടിച്ചാടാറില്ലേ നമ്മൾ ഫോണ് കൊണ്ടു വെച്ചാൽ പിന്നെ നമ്മൾ ചിലപ്പോൾ ഓർമ്മിച്ചാടില്ല, അതും മറന്നു പോകും കേട്ടോ. നമുക്ക് ഒരു തലം ഇല്ലാതായി പോവില്ല. അപ്പോൾ നമ്മൾ ഫോണെടുത്ത് ക്ലീനിങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്തില്ല, ഞാൻ കാണിച്ചു തന്നില്ലേ, അവിടേക്കാണ് ക്ലീൻ ആക്കിയിട്ടുള്ളത്. നല്ലപോലെ ചപ്പുണ്ടായിരുന്നു കേട്ടോ. ഈ മഴ പെയ്തിട്ട് ഇലൊന്നും അടിച്ചാലും കിട്ടാൻ പറ്റൂല, പിന്നെ നമുക്ക് അടിച്ചു വരാൻ ടൈമും ഉണ്ടാവില്ല, നേരെ വെച്ചാൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ അവിടെ നമുക്ക് ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒരു കിട്ടുന്ന ദിവസം. ഇനിയിപ്പോൾ അവിടെ നമുക്ക് ഇപ്പോഴൊന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോഴൊന്നും അവിടെ വല്ലാണ്ട് ഒന്ന് ജമ്മല കൂടില്ല. ഫ്രണ്ട് ഏരിയ നോക്കി അടുക്കളൻ്റെ ആ ഭാഗം നോക്കിയാൽ മതി ദിവസം നമുക്ക് അവിടെയാണ് എപ്പോഴും ജമ്മല കൂടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനി എന്താണ് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഫുഡ് കഴിക്കാനായിട്ട് എന്തൊക്കെയുള്ളത് കാണിച്ചു കേട്ടോ. ശരിയുണ്ട് കേട്ടോ. പാത്രം നമ്മൾ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. മിന്നു കൊണ്ടുപോയില്ല, ബാക്കിയുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ, എനിക്ക് വേണ്ട തോന്നി. പിന്നെ കറി തന്നെ അത്യാവശ്യം നല്ല വെണ്ടയ്ക്കയും നമ്മളുണ്ടാക്കിയ വെണ്ടയ്ക്കയാണ് കേട്ടോ. അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതാ ഒരു ചട്ടി നമ്മളെ മീനുണ്ട് കേട്ടോ. എനിക്ക് വത്തൾ പറ്റില്ല കേട്ടോ, മത്തിയേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് മത്തി, മിന്നൂസിന് വത്തളുമാണ് കേട്ടോ മാറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ അതാ നമ്മളെ ചീനപ്പറങ്കി കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് ഐറ്റംസ് കേട്ടോ. ആളിവിടെ ഇല്ലാത്തതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വലിയ ഇതൊന്നും ഇല്ല കേട്ടോ എനിക്ക്. പിന്നെ സമയം വൈകി കഴിഞ്ഞാൽ പിന്നെ കഴിച്ചാൽ എനിക്ക് ഫുഡ് കഴിച്ചാലേ നേരെ പുറത്തേക്ക് തട്ടുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു പേടികൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ കുറച്ച് കഴിക്കാൻ ഇരിക്കണത്. വൈകുന്നേരമായിട്ടോ. അപ്പം മരുന്ന് കഴിഞ്ഞ ഒരു 7 കഴിഞ്ഞിട്ടോ. അപ്പം നമ്മൾ ചോറ് കഴിക്കാനായിട്ട് ഇരിക്കണം. അത്ര മീൻ മുഴുവൻ തിന്നാ കുറച്ച് ഉണ്ടായിരുന്നു, മുഴുവൻ തിന്നു പറയണ വർത്താനത്. ഇത്ര ഞാൻ തിന്നിട്ട് തന്നെയാണ് 10 മീൻ മുഴുവൻ എടുത്തേക്കണേ. എന്നെയാണ് വത്തള മീൻ മുഴുവൻ എടുത്തേക്കണേ. അമ്മനോട് എടുക്കണതിന് മുന്നേ ഞാനൊരു കാര്യം ചോദിച്ചിരുന്നു. എന്തായിരുന്നു? എന്ത് ഓർമ്മ ഉണ്ടോ? എന്താന്ന് ഓർമ്മയില്ല. അതിന് അമ്മക്ക് ആൻസർ തരുകയും ചെയ്തു. കഴിഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കാണ്ട്. അപ്പം അത്രയും ചോറ് വേണ്ടതുകൊണ്ടാ നമ്മൾ 2 ആൾക്കുള്ളതാണ് കേട്ടോ. അതിനുള്ള പരിഹാരം നമുക്ക് പതുക്കെ സൗണ്ട് ഉണ്ടാക്കണ്ടേ. രാത്രിക്കത്തെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ പറയാൻ ഒന്നുമില്ല കേട്ടോ.